നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി 25-ന് ഇസ്രായേൽ സന്ദർശിക്കും. സന്ദർശന വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രിയ സുഹൃത്തിന്റെ ഈ വരവിനെ അതീവ പ്രാധാന്യമുള്ള ഒരു ചരിത്ര മുഹൂർത്തമെന്നാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. എന്നാൽ വരാനിരിക്കുന്ന ഇസ്രായേൽ സന്ദർശനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എക്സിലെ അഭിപ്രായത്തിന് മറുപടിയായാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. നന്ദി പ്രധാനമന്ത്രി നെതന്യാഹു, നന്ദി. എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു. വിശ്വാസം, നൂതനാശയങ്ങൾ, സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള പങ്കിട്ട പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായ ഇസ്രായേലുമായുള്ള നമ്മുടെ അചഞ്ചലമായ സൗഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി മറുപടിയായി എക്സിൽ കുറിച്ചത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം രാവിലെ എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ബുധനാഴ്ചത്തെ ചരിത്രപരമായ ഇസ്രായേൽ സന്ദർശനത്തിനെ കുറിച്ച് നെതന്യാഹു സംസാരിച്ചു. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം രണ്ട് ആഗോള നേതാക്കൾ തമ്മിലുള്ള ശക്തമായ സഖ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. AI മുതൽ പ്രാദേശിക സഹകരണം വരെ നവീകരണത്തിലും സുരക്ഷയിലും പങ്കിട്ട തന്ത്രപരമായ കാഴ്ചപ്പാടിലും ഞങ്ങൾ പങ്കാളികളാണ്. ഒരുമിച്ച് സ്ഥിരതയ്ക്കും പുരോഗതിക്കും പ്രതിജ്ഞാബദ്ധരായ രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം ഞങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ പ്രാദേശിക സഹകരണം വരെ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും പങ്കാളിത്തം പുതിയ ഉയരങ്ങളിൽ എത്തിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ബുധനാഴ്ച ഇസ്രായേലിലെത്തുന്ന നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുമെന്നും സൂചനയുണ്ട്. സന്ദർശന വേളയിൽ പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, നൂതനാശയങ്ങൾ എന്നീ മേഖലകളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ സമാധാനം, സുസ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിഷയങ്ങൾ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ഇടം പിടിക്കും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകും. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപ് ഇസ്രായേൽ സന്ദർശിച്ചത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ചരിത്രപരമായ ആദ്യ സന്ദർശനമായിരുന്നു അത്. നിലവിലെ സന്ദർശനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2 ദിവസം നീളുന്ന സന്ദർശനത്തിനിടയിൽ ജെറുസലേമിലെ യാദ് വാഷൻ സ്മാരകം സന്ദർശിക്കുന്നതടക്കം നിരവധി ഔദ്യോഗിക പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കുചേരും.